വലിയ ആരവങ്ങളൊന്നുമില്ലാതെ ചൈന 74 രാജ്യത്തിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾക്കായി അവരുടെ വാതിലുകൾ തുറന്നിരിക്കുന്നു. ഇനി വിസ വേണ്ട, വലിയ ഫോമുകൾ പൂരിപ്പിക്കേണ്ട, എംബസിക്ക് മുന്നിൽ ക്യൂ നിൽക്കണ്ട, നേരെ ചൈനയിലേക്ക് വരാം. 30 ദിവസം വരെ തങ്ങാം. തകർച്ച നേരിടുന്ന സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക, ടൂറിസം വർദ്ധിപ്പിക്കുക, ലോകത്തിനു മുന്നിൽ തങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്നിവയാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതിനകം തന്നെ ഇതിന്റെ ഫലം കണ്ടു തുടങ്ങി. 2024 മാത്രം 2 കോടിയിലധികം വിദേശ ടൂറിസ്റ്റുകളാണ് വിസയില്ലാതെ ചൈനയിൽ എത്തിയത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ്. ഷാങ്ഹായ് ആസ്ഥാനമായുള്ള പ്രമുഖ ട്രാവൽ കമ്പനിയായ Trip.comന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ആദ്യ 3 മാസങ്ങളിൽ ചൈനയിലേക്കുള്ള ഹോട്ടൽ, ഫ്ലൈറ്റ് ബുക്കിംഗുകൾ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയായി. ഇതിൽ 4/3 ഭാഗം ടൂറിസ്റ്റുകളും വിസയില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഡിസംബർ 2023 ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ സൗകര്യം നൽകി തുടങ്ങി. പിന്നീട് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളെയും ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ നിന്നുമുള്ള രാജ്യങ്ങളെയും ഈ ലിസ്റ്റിലേക്ക് ചേർത്തു. എന്നാൽ ഈ 74 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ്? ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടെങ്കിലും അതിർത്തി തർക്കങ്ങളും മേഖലയിലെ കിടമത്സരങ്ങളും ഇപ്പോഴും ഒരു നിഴലായി തുടരുന്നു. ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നത് വരെ ഇന്ത്യൻ പൗരന്മാർക്ക് വിസ രഹിത യാത്ര ചൈന അനുവദിക്കാൻ സാധ്യമില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾക്കും ലോകത്തിനു മുന്നിൽ മുഖം മിനുക്കാനും ചൈന തങ്ങളുടെ ടൂറിസം നയങ്ങൾ ഉദാരമാക്കുമ്പോൾ ഇന്ത്യയുമായുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ കാരണം ആ ആനുകൂല്യം നമുക്ക് ലഭിക്കുന്നില്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.